ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ടാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. കല്യാണ വീടുകളിലൊക്കെ ഡ്രിങ്കായിട്ട് കിട്ടാറുണ്ട്. എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാൽ എടുക്കുമ്പോൾ ഏകദേശം 750 ml അല്ലെങ്കിൽ 3/4 ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പാലിൻ്റെ കൂടെ തന്നെ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് സേമിയ കൂടി ചേർക്കുന്നുണ്ട്. റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയാണ് ചേർത്തിട്ടുള്ളത്. സേമിയ കൂടി നല്ലതുപോലെ വെന്ത് വരണം. ഈ ഒരു പാലും വെള്ളവും നല്ലപോലെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ആ ഒരു സേമിയയും വെന്തിട്ടുണ്ടാവും. ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക, ഒരുപാട് പാട കെട്ടാതെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡാണ്. ഏകദേശം 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുമ്പോഴേക്കും ഈ ഒരു പാല് ചെറിയൊരു കുറുകലുണ്ടാവും. കൂടെ തന്നെ ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് അമുൽ ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. വളരെ ലൂസായിട്ടുള്ള പാല് കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റായിട്ടുണ്ടാവും. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ ഏലക്കയുടെ എസൻസ് ഒരു ഡ്രോപ്പ്, ഒരുപാട് ചേർക്കരുത്, ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി എടുക്കുക. തിളച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് തിക്കാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല. ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാവുന്ന കണക്കിനാണ് എടുക്കേണ്ടത്. കൂടെ തന്നെ ഒരു മാതള നാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് കസ്കസ് ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. എന്നാലും കോമൺ ആയിട്ട് ഇത് 3 ചേർത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല തണുപ്പിച്ച് കുടിക്കാൻ അടിപൊളി രുചിയാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല റിഫ്രഷ്മെൻറ്റും ആണ് കേട്ടോ. അതുപോലെ നല്ല തണുപ്പിച്ചാണ് ഈ ഒരു ഡ്രിങ്ക് കഴിക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുക. ഒരുപാട് തണുപ്പില്ലാതെ കുടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.